ിലൂടെ പോകുമ്പോ ഈ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോ ഓക്കെ. അപ്പൊ നമ്മള് ഇവിടെ നമ്മള് കൂടെയുണ്ട് കരുത്തേകാൻ എന്ന് പറയുന്ന കുട്ടികളുടെ മാനസിക സുസ്ഥിതി സമൂഹത്തിന് ഒരു മുതൽക്കൂട്ട് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇവിടെ എടുക്കുക. ഇതിനകത്ത് നമ്മുടെ ഇപ്പം എന്താണ് ഞങ്ങളെല്ലാവരും നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ കൂടെ തന്നെ എന്നവരാണ്. ഇപ്പൊ ഞങ്ങളുടെ ആ പ്രായത്തിലാണ് നിങ്ങളുടെ പ്രായത്തിലായിരുന്നപ്പോൾ ഞങ്ങൾ പോയ അവസ്ഥയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഈ കാലഘട്ടം, അല്ലേ? അതായത് ഞങ്ങളുടെ കാലഘട്ടം ഏകദേശം 1995 കാലഘട്ടത്തിലൊക്കെയാണ്, 96, 97 ഞങ്ങൾ അന്നത്തെ +2 പ്രീ ഡിഗ്രി ആണ് അന്നത് അറിയപ്പെട്ടിരുന്നത്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ കൂടെ ഞങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഇതുപോലെ മൊബൈൽ ഫോണുകളോ എന്താണ് റീൽസോ പോസ്റ്റിങ്ങോ ടാഗിങ്ങോ ലൈക്കുകളോ ഇമോജികളോ ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് വെറുതെ മൊബൈൽ ഫോൺ പോലും, അതായത് കീപാഡിന്റെ മൊബൈൽ ഫോൺ പോലും ഞങ്ങൾക്കില്ല. ലാൻഡ് ലൈൻ പോലും വന്നിരിക്കുന്നത് വളരെ വിരളമാണ്, ലാൻഡ് ലൈൻ പോലും, അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ പോയത്. അതിൽ നിന്ന് ഏറ്റവും ബാക്കിലിരിക്കുന്നവർക്ക് കുറച്ച് സംസാരമുണ്ട് കേട്ടോ. അപ്പൊ എന്നാണ് ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട്, അല്ലെ, തികച്ചും വ്യത്യസ്തമായി ആധുനിക കാലഘട്ടത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ വളരെയധികം സൗകര്യങ്ങളുടെ, സാങ്കേതിക വിദ്യയുടെ ഉന്നതിയുടെ ഒരു ഉത്തുംഗമായ ശ്രേണിയിലാണ്. മൊബൈൽ ഫോണുകളുണ്ട്, അതുപോലെ തന്നെ എന്താണ് വീഡിയോ കോൾ ചെയ്യാം, എപ്പോഴും നിങ്ങൾ ഇന്റർനെറ്റിലാണ്, അല്ലെ? എവിടെ പോയാലും നിങ്ങളുടെ സെൽഫികള്, ടാഗുകള്, പോസ്റ്റുകള്, റീൽസുകള് ഇതെല്ലാം അടങ്ങിയ ഒരു ലോകത്തിലാണ് നിങ്ങൾ ജീവിക്കുക. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ എന്താണ് ഞങ്ങളുടെ കാലഘട്ടത്തില് അത് ഉന്നതമായിരുന്നു നല്ല പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ വളരെ യാഥാർത്ഥ്യത്തോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്, യാഥാർത്ഥ്യത്തോട്. പക്ഷെ ഇപ്പം ഈ മൊബൈൽ ഫോൺ ഞങ്ങളുടെ കയ്യിൽ തന്നെയൊക്കെ കിട്ടുമ്പോൾ പോലും നമ്മൾ ഒരു സ്വപ്ന ലോകത്തിൽ, അല്ലെ, വേറെ ഒരു ലോകത്തിലാണ്. അതായത് നമ്മൾ ചിന്തിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടാണ്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ എന്താണ് 2002 കീപാഡ് ഫോൺ എത്തിയതേ ഉള്ളൂ. അതിനുശേഷം 2014, 2015 ആയപ്പോഴാണ് സ്മാർട്ട് ഫോൺ തന്നെ എത്തിയത്. എന്നിട്ട് അത്രയും കുറച്ച് കാലഘട്ടം കൊണ്ട് തന്നെ ഈ സ്മാർട്ട് ഫോൺ ഉപയോഗം തുടങ്ങിയപ്പോൾ നമുക്കറിയാം നമ്മുടെ ചിന്തകളിൽ പോലും മാറ്റമുണ്ട്, തികച്ചും വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ പോവുക. അപ്പം നിങ്ങളൊക്കെ എന്താണ് ജനറേഷൻ എക്സ് അല്ലെ Z എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന കുട്ടികളാണ്. അപ്പം നമ്മുടെ എന്ന് ഞാനങ്ങ് പറയുന്നു, കാരണം നമ്മൾക്ക് വേണ്ടിയാണ് ക്ലാസ്, അതുകൊണ്ട്. അപ്പം നമ്മുടെ മാനസിക അവസ്ഥകളെ പറ്റിയും കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസിന്റെ ഉദ്ദേശം. ആദ്യമായിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് വെൽനെസ് ഇൻ ദ ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് സ്റ്റുഡൻസ്. വെൽനെസ്, നന്നായിരിക്കൽ, അല്ലെ? വെൽനെസ് അതായത് ഒരു സിമ്പിൾ വാക്കല്ലത്. നമ്മളെപ്പോഴും എന്താണ് വെല്ലായിട്ടിരിക്കുക. അത് എന്താണ് വസ്ത്രത്തിന്റെ നന്മയോ ശരീരത്തിന്റെ ശുചിത്വമോ മാത്രമല്ല, മനസ്സിന്റെ സാമൂഹ്യ പരമായിട്ടൊക്കെ എല്ലാമുള്ള ഒരു വെൽനെസ്, സംതൃപ്തി ആയിട്ടുള്ളൊരു അവസ്ഥയിൽ എത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുക. ഇനി നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നോ ദ ന്യൂ ജനറേഷൻ സ്റ്റുഡൻസ്. നിങ്ങളെ പോലെയുള്ള പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളെ അറിയുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ടാസ്ക്. നമുക്ക് നോക്കാം. കൗമാരക്കാരായ വിദ്യാർത്ഥികൾ, അല്ലെ? നിങ്ങളുടെ കാലഘട്ടത്തിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ 15, 16, 17, 18, 19 വയസ്സുള്ള ആ കാലഘട്ടമാണ് കൗമാര കാലഘട്ടം. ആ വിദ്യാർത്ഥികളെ അറിയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ തന്നെ അറിയുക, അല്ലെ? നമ്മൾ തന്നെ നമ്മളെ പറ്റി അറിഞ്ഞാലേ നമ്മുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ, അല്ലെ? ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതകള്, സമൂഹത്തിന്റെ പ്രത്യേകതകള്, നമ്മുടെ പെരുമാറ്റത്തിലെ മാറ്റങ്ങള്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ട് നമ്മളിങ്ങനെ പെരുമാറുന്നു, എന്താണ് നമ്മളോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് ദേഷ്യമുണ്ടാവുന്നു,
അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഫീൽ ആവുന്നു, ഇമോഷണൽ ആവുന്നു, സങ്കടം വരുന്നു, സങ്കടം നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് എന്ന് നമ്മൾ അറിയുന്നില്ല. അതൊക്കെ എന്തുകൊണ്ടാണ് എന്നും അത് സുസ്ഥിരമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ഒരു മാനസിക അവസ്ഥ നമുക്ക് എങ്ങനെ സാധിച്ചു കിട്ടാം, കരസ്ഥമാക്കാമെന്നും ഈ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്ക് നോക്കിയേ ചിത്രത്തിനകത്ത് ബാല്യകാലം തൊട്ട് പയ്യെ നടക്കുന്ന കാലം തൊട്ട് കൗമാരകാലം തൊട്ട് വൃദ്ധനാകുന്നിടം വരെയുള്ള കാലഘട്ടം. അതിനകത്ത് കൗമാര കാലഘട്ടം ഒരു റെക്ടാങ്കിളിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് കൗമാര കാലഘട്ടം ഫോർ അഡോളസൻസ്. ഇനി കൗമാരക്കാരുടെ മാറ്റങ്ങൾ ശാരീരികമായിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള, ഭൗതികമായിട്ടുള്ള, വൈജ്ഞാനികമായിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള, അല്ലെ, അതായത് ഇമോഷണൽ ആയിട്ടുള്ള, വൈകാരികമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ ഇവിടെ കാണുകയാണ്. ഈ മാറ്റങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് നോക്കാം കൗമാരക്കാരുടെ മാറ്റങ്ങൾ എന്തൊക്കെ. നമുക്കറിയാം ആ മാറ്റങ്ങളുടെ ഒക്കെ ചിത്രങ്ങളാണ് ഏകദേശം. വാട്ട് ആർ ദ ഡിഫറെന്റ് ജനറേഷൻസ്. ഇനി നമ്മൾ നോക്കുന്നത് ജനറേഷൻസിന്റെ പ്രത്യേകത. നമ്മൾ ഏത് ജനറേഷൻസിൽ പെടുന്നു? ആദ്യമായിട്ട് നമുക്ക് നോക്കാം പീപ്പിൾ ബോൺ ബിറ്റ്വീൻ 1925 and 1945. Now they are above 80 years old. ഇപ്പോൾ 80 വയസ്സിന് മുകളിലുള്ളവരാണ് അവരൊക്കെ. അവരെ പറയുന്ന പേരാണ് ബിൽഡേഴ്സ്. Then people born between 1946 and 1964. Now they are around 61 to 79 years old. They are called boomers. Then people born between 1965 and 1979. They are around 1946 to they are around 46 to 60 years old. 46നും 60നും വയസ്സൊക്കെ പ്രായത്തിലുള്ള ആളുകൾ. They are called Generation X. പിന്നെ എന്താണ്? People born between 1980 and 1994. Now they are, ഇപ്പോൾ അവർക്ക് ഏകദേശം 31 വയസ്സിനും 45 വയസ്സിനും ഇടയ്ക്കൊക്കെ പ്രായമുണ്ട്. They are called Generation Y. Then people born between 1995 and 2009. ഇപ്പോൾ അവർക്ക് ഏകദേശം 16 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്ക് പ്രായമുണ്ട്. They are called Generation Z. Then people born between 2010 and 2024. ഇപ്പോൾ അവർക്ക് എത്രയാണ്? 15 വയസ്സിനും അതിന് താഴെ. They are called Generation Alpha. പിന്നെ 2025 ശേഷം ജന്മമെടുത്തവര് they are called Generation Beta. അല്ലെ? അപ്പൊ ഇങ്ങനെ നമുക്ക് ജനറേഷൻസിനെ തരംതിരിക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക, നിങ്ങൾ ഏത് ജനറേഷനിൽ ഉൾപ്പെടുന്നു. ഏതാണ്? ഏത് ജനറേഷനിലാണ് ഇപ്പൊ നിങ്ങൾ? ജനറേഷൻ ഇസഡ്. നിങ്ങൾ ഏത് ജനറേഷനിലാണ്? ജനറേഷൻ ഇസഡ്. അപ്പം നമുക്കറിയാം നമ്മൾ ഏത് ജനറേഷനിൽ ഉൾപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലായി, അല്ലെ? അപ്പം ഇത്രയും കാലഘട്ടത്തിൽ കൂടെ നമ്മൾ പോവുകയാണ്. അപ്പം ഇതിനു ശേഷം വാട്ട് ആർ ദ ഡിഫറെന്റ് ജനറേഷൻസ്? ഇപ്പൊ നമ്മൾ നോക്കുന്നത് പീപ്പിൾ ബോൺ ബിറ്റ്വീൻ 1995 and 2009. ഇപ്പോൾ 16 വയസ്സിനും 30 വയസ്സിനും പ്രായമുള്ള ആളുകളെ പറ്റിയും അതുപോലെ തന്നെ 2010നും 2024നും ഇടയ്ക്ക് ജന്മമെടുത്ത ഇപ്പോൾ 15 വയസ്സും അതിന് താഴെയും പ്രായമുള്ള ആളുകളെ പറ്റിയുമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. They are called the adolescent or കൗമാരക്കാർ, അല്ലെ? അതിനെ പറ്റിയുള്ള ടോപ്പിക്കാണ് ഇപ്പൊ നമ്മൾ നോക്കുക. ഇനി സ്ക്രീൻ ഏജേഴ്സ്. They are called screen agers. സ്ക്രീൻ ഏജേഴ്സ്, അല്ലെ? അതെന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്രീൻ കൈകാര്യം ചെയ്യുന്നവരാണ് അവർ. മൊബൈൽ ഫോണിന്റെ സ്ക്രീന്. ഇപ്പൊ എന്താണ്? കാറുകളാണ് അതിന്റെ എന്താണ് ഡിസ്പ്ലേയുടെ സ്ക്രീന്. They are all screen agers. സ്ക്രീന് കൊണ്ട് സ്ക്രീനിന്റെ കാലത്തെ ആളുകളാണ് അവർ. സ്ക്രീനിന്റെ കാലത്തെ ആളുകളാണ് സ്ക്രീൻ ഏജേഴ്സ്, അല്ലെ? അതാണ് അവരുടെ പ്രത്യേകത. ഇപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം, ഞങ്ങളുടെയൊക്കെ കാലത്ത് വൈകുന്നേരങ്ങളിൽ കണ്ടത്തിലോ പാടത്തിലോ റബ്ബർ തോട്ടത്തിലോ തെങ്ങും തോട്ടത്തിലോ ഒക്കെ ക്രിക്കറ്റ് കളിക്കാൻ പോയി കഴിഞ്ഞാൽ അത് എന്നാണ് 1995-ലൊക്കെയാണ്, അല്ലെ? അന്നൊക്കെ ഞങ്ങൾ പന്ത് ക്രിക്കറ്റ് കളിച്ചാൽ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് എന്നാ ചെയ്യും? അവിടെ വെറുതെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്താണ്, ഒന്നെങ്കിൽ കടലമുട്ടായോ പേരക്കയോ വല്ലതും കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പം നമുക്ക് പോയാൽ അറിയാം, നമ്മള് ഒരു പന്ത് കളി കഴിഞ്ഞു. പന്ത് കളിക്കുന്നതിന് ഒത്തിരി പേരില്ല, അല്ലെ? ഇനി പന്ത് കളി കഴിഞ്ഞു, അല്ലെ? ടർഫിൽ പോയി, ജിമ്മിൽ പോയി, അവിടെ ഇരുന്ന് നമ്മൾ എന്നാ ചെയ്യുന്നത്? വർത്താനവും പറയും, ഫോണും നോക്കും, അല്ലെ? വർത്താനവും പറയും, ഫോണും നോക്കും. ഓരോരുത്തരുടെ കയ്യിൽ ഫോൺ ഉണ്ടാവും, അല്ലെ? They are called screen agers. അതുകൊണ്ടാണ് നമ്മൾ സ്ക്രീൻ ഏജേഴ്സ് എന്ന് നമ്മളെ വിളിക്കുക.
ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത്, അപ്പോൾ നോക്കിയേ, സെറ്റിംഗ്സ്, വൈഫൈ, ക്യാമറ, വേൾഡ് വൈഡ് വെബ്, അല്ലേ, ക്ലൗഡ് എല്ലാം. ആർ യു എ മെന്റർ ഓഫ് എ സ്ക്രീനേജർ? നിങ്ങൾ ഒരു സ്ക്രീനേജറിന്റെ മെന്റർ ആണോ? ആർ വി സ്കിൽഡ് ഇനഫ് ടു ഡീൽ വിത്ത് ദം? നമ്മൾ അവരെ ഡീൽ ചെയ്യാൻ പ്രാപ്തരാണോ? ഇനി മേജർ ഫീച്ചേഴ്സ് ഓഫ് ന്യൂ ജനറേഷൻ സ്റ്റുഡൻസ്, ആധുനിക കാലഘട്ടത്തിലെ കുട്ടികളുടെ പ്രത്യേകത, അതായത് നിങ്ങളുടെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. ഡിജിറ്റൽ നേറ്റീവ്സ്. ഞങ്ങളൊക്കെ ജന്മം കൊണ്ടത് ഡിജിറ്റൽ ഏജിലല്ല, അല്ല, വെറും ലാൻഡ് ഫോണിന്റെ ഏജിലാണ്. പക്ഷെ നിങ്ങളിപ്പം ജന്മം എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇന്റർനെറ്റിലേക്കാണ് പോകുന്നത്, അല്ലെ? ഇന്റർനെറ്റിന്റെ ലോകത്താണ്. കാരണം നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഇല്ലാത്ത ഒരു ലോകത്തെ പറ്റി ഭൂരിഭാഗം കുട്ടികൾക്കും, ചില കുട്ടികൾക്ക് അറിയത്തില്ല, അതിന്റെ സാമീപ്യത്തിലൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ ഭൂരിഭാഗം പേരും ഡിജിറ്റൽ നേറ്റീവ്സ്. ഡിജിറ്റൽ ഡിവൈസസുകൾ വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്ന കുട്ടികളാണ് അവര്. ബോൺ ഇൻ ടു ടെക് ഡ്രിവൺ വേൾഡ്, അല്ലെ? ടെക്നോളജി ഡ്രിവൺ വേൾഡിലേക്ക് പോയിട്ടുള്ള കുട്ടികളാണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറയാം. പണ്ടത്തെ അംബാസഡർ കാറും ഇപ്പോഴത്തെ ഒരു കാറും എടുക്കുകയാണെങ്കിൽ ഒറ്റൊരു ഇൻസ്റ്റൻസ് ആണ് കേട്ടോ. നമ്മൾ പണ്ടാണെങ്കിൽ താക്കോല് കൊണ്ടുപോയി ഡോറ് കീ ഓപ്പൺ ചെയ്ത് അകത്ത് കയറണം, അല്ലേ? ഇപ്പൊ എങ്ങനെയാ? താക്കോലെ ഞെക്കി അൺലോക്ക് ചെയ്ത് നമ്മൾ അകത്തോട്ട് കയറുന്നു. ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിജിറ്റൽ നേറ്റീവ്സ് ആൻഡ് പീപ്പിൾ ബോൺ above or over 1995, അല്ലെ? ഇതാണ് വ്യത്യാസം. ഡിജിറ്റൽ നേറ്റീവ്സ്, അത്ര വ്യത്യാസമുണ്ട് സാങ്കേതിക വിദ്യയിൽ. ദെൻ ഷോർട്ട് അറ്റൻഷൻ സ്പാൻ. അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. കുറച്ചു നേരമേ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആ കാരണത്താൽ തന്നെയാണ് അവിടെ ഇരിക്കുന്ന രണ്ടുപേര് വളരെ അസ്വസ്ഥരായിട്ടിരിക്കുന്നത്, അല്ലെ? ഷോർട്ട് അറ്റൻഷൻ സ്പാൻ ഉള്ളതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്ന രണ്ടുപേര് വളരെ അസ്വസ്ഥരായിട്ടിരിക്കുന്നത്. ഇനി കോൺസ്റ്റന്റ് എക്സ്പോഷർ ടു ഫാസ്റ്റ് മീഡിയ റിസോഴ്സസ് റെഡ്യൂസസ് ഫോക്കസ്. അപ്പൊ എന്താണ്? മീഡിയകളിലേക്കുള്ള കോൺസ്റ്റന്റ് ഫോക്കസുകൾ നമ്മുടെ അറ്റൻഷൻ സ്പാനിനെ റെഡ്യൂസ് ചെയ്യുന്നു. എപ്പോഴും ഡിജിറ്റൽ കാര്യങ്ങളിലുള്ള നമ്മുടെ ശ്രദ്ധ. പിന്നെ ക്രിയേറ്റീവ്, ക്യൂരിയസ്, എക്സ്പ്ലോർ ആൻഡ് ക്വസ്റ്റ്യൻ മോർ ദാൻ പ്രീവിയസ് ജനറേഷൻസ്. പണ്ടത്തെ കാലത്തെ കുട്ടികളെക്കാളും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കും. ഞങ്ങളുടെയൊക്കെ കാലത്ത് രക്ഷകർത്താക്കള്, അധ്യാപകരൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ടെന്നേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞൊന്നും ഞങ്ങൾ ചിന്തിക്കാറില്ല. അത് ഞങ്ങളുടെ തലേ വരാറില്ല, ഒരു പരിധി വരെ വരാറില്ല. പക്ഷെ ഇപ്പം എന്നാണ്, മിണ്ടിപ്പോരെന്ന് പറഞ്ഞാൽ ചോദിക്കും, എന്നാ സാർ എന്നോട് എന്നാ പറയുന്നത്, അല്ലേ? അതാണ് വ്യത്യാസം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതാണ് വ്യത്യാസം. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഇനി പിന്നെ അതുപോലെ തന്നെയാണ് ദേ ആർ ക്രിയേറ്റീവ്. പുതിയ കാര്യങ്ങൾ ചെയ്യാനും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ഒക്കെ വളരെ ക്യൂരിയസ് ആണ്. നമുക്കറിയാം നമ്മുടെ ഇന്റർനെറ്റിന്റെ ലോകത്തില് പുതിയ കുട്ടികൾ, ചെറിയ കുട്ടികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ റീൽസ് ആയിട്ടും വീഡിയോസ് ആയിട്ടും സോഷ്യൽ മീഡിയയിലൊക്കെ എത്തുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്, അല്ലെ? വളരെ ഭംഗിയുണ്ട്, അല്ലെ? അപ്പൊ എന്താണ്? ദേ ആർ ക്രിയേറ്റീവ്, ക്യൂരിയസ്. വളരെ ക്രിയേറ്റിവിറ്റി ഉള്ളവരാണ്. പുതിയ ചിന്തകള്, പുതിയ ആശയങ്ങള് ഒക്കെ സാധ്യമായിട്ടുള്ളവരാണ് അവര്. പിന്നെ എന്താണ്? ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ സീക്കേഴ്സ്, പ്രിഫർ പിക്ചേഴ്സ്, വീഡിയോസ്, ആനിമേഷൻസ് ഓവർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ്? അവർക്ക് കൂടുതൽ ചിത്രങ്ങളോടാണ് ഇഷ്ടം, വീഡിയോകളോടാണ് ഇഷ്ടം, ആനിമേഷൻസിനോടാണ് ഇഷ്ടം, ടെക്സ്റ്റിനേക്കാളും അക്ഷരലിപികളെക്കാളും. ഒരു സിമ്പിൾ ആയിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ഫേസ്ബുക്കിൽ അല്ലെ ഇൻസ്റ്റഗ്രാമില് അല്ലെ ട്വിറ്ററില് ഒരു എന്താണ് ഒരു പുസ്തകത്തെ പറ്റി നമ്മളൊരു എഴുതിയേക്കുന്നു, ഒരു പുസ്തകത്തെ പറ്റി നിരൂപണം എഴുതിയേക്കുന്നു, അത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നു. അതിന് പകരം ആ പുസ്തകത്തിലെ ഒരു കഥാപാത്രത്തിന്റെ ചിത്രവും അതിൻ്റെ ഒരു ആനിമേഷനൂടെ കിട്ടുന്നു. നിങ്ങൾ ഏത് നോക്കുമായിരിക്കും? ആനിമേഷനെ നോക്കുള്ളൂ, അല്ലെ? ദാറ്റ് ഈസ് ദ ക്രക്സ്, ദാറ്റ് ഈസ് ദ പോയിന്റ്. അപ്പൊ എന്താണ്? അതായത് അവർക്ക് കൂടുതൽ ആനിമേഷൻസിനോടും വീഡിയോസിനോടും പിക്ചേഴ്സിനോടുമാണ് ഇഷ്ടം ടെക്സ്റ്റിനേക്കാളും, അല്ലെ? അതുപോലെ തന്നെ ദേ ആർ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ സീക്കേഴ്സ്. ഇനി നമ്മൾ എന്താണ് ഇൻസ്റ്റഗ്രാമിൽ അല്ലെ ഫേസ്ബുക്കില് നമ്മുടെ ഒരു കിടിലൻ ഫോട്ടോ അല്ലെ റീൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നോക്കും തന്നെയാണ് എത്ര ലൈക്ക് കിട്ടി, അല്ലെ? എത്ര ഇമോജികൾ നോക്കും, അല്ലെ? അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഉടനെ തന്നെ വി ഷുഡ് ബി ഗ്രാറ്റിഫൈഡ്. നമ്മൾ സംതൃപ്തരാകാൻ, നമ്മളെ എന്താണ് നമുക്ക് അതിൻ്റെതായ ഒരു അനുമോദനം കിട്ടാൻ
നമ്മൾ വളരെയധികം താല്പര്യമുള്ളവരായിട്ട് ഇരുന്നേക്കുക. ഇപ്പം നമ്മളാണെങ്കിൽ പോലും ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ എത്ര ലൈക്കാണ് നമ്മൾ നോക്കും അല്ലേ? അത് നോക്കും. ഇപ്പം ഏറ്റവും സുന്ദരമായ ഫോട്ടോ നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടു, 1 ലൈക്ക്. ഇനി വലിയ മെച്ചമില്ലാത്ത ഒരു ഫോട്ടോ ഇട്ടു, 525 ലൈക്ക്. നമുക്ക് ഏതിനോടാണ് ഇഷ്ടം? 525 ലൈക്ക് കിട്ടിയതിനോട് നമുക്കൊരു സ്നേഹം കൂടും അല്ലേ? ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ദേ ആർ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ സീക്കേഴ്സ്. ദെൻ പിന്നെ ഹൈലി വിഷ്വൽ ലേണേഴ്സ്. അപ്പൊ എന്താണ്? പ്രിഫർ പിക്ചേഴ്സ്, വീഡിയോസ്, ആനിമേഷൻസ് ഓവർ ടെക്സ്റ്റ്. പിന്നെ ഇമോഷണലി സെൻസിറ്റീവ്. അപ്പൊ എന്താണ്? ഇമോഷണലി സെൻസിറ്റീവ് ആണ്, വൈകാരികമായിട്ട് വളരെ സെൻസിറ്റീവ് ആണ്. ഈ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? തൊട്ടാവാടി നിങ്ങൾക്ക് അറിയത്തില്ലേ? ടച്ച് മീ നോട്ട് അല്ലേ? ടച്ച് മീ നോട്ട്, തൊട്ടാവാടി. തൊട്ടാൽ എന്താണ്? അടുത്തോട്ട് എന്നാ മതി, വാടി. സെൻസിറ്റീവ് ആണ് അല്ലേ? സെൻസിറ്റീവ് ആണ്. അപ്പോ കൗമാരക്കാരായ നമ്മളൊക്കെ വളരെ സെൻസിറ്റീവ് ആണ്. മനസ്സിലായോ? അതായത് പെട്ടെന്ന് ഫീൽ ചെയ്യും, ഡീപ്പായിട്ട്. ഇപ്പൊ എന്താണ്? ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ എന്താണ്? ഞങ്ങളോടൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഓ പോടാ പുള്ളിയെന്ന് പറയും. അപ്പൊ എന്താണ്? ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈലി ഇമോഷണലി സെൻസിറ്റീവ്. പക്ഷെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഈ ഇമോഷൻസ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്കറിയത്തില്ല. അവർക്കറിയത്തില്ല, നമുക്കറിയത്തില്ല, നിങ്ങൾക്കറിയത്തില്ല അല്ലേ? They don't know how to express these emotions. എങ്ങനെയാണ് ഈ ഇമോഷൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക എന്ന് നമുക്കറിയത്തില്ല. That is another important feature of these new generation students. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ പ്രത്യേകത അല്ലേ? നമ്മുടെ പ്രത്യേകതയാണ് ഇത് കേട്ടോ. ഈ പറഞ്ഞത് ശരിയാണോ? ശരിയാണെങ്കിൽ ഉറക്കൊന്ന് എസ് എന്ന് പറഞ്ഞേ. ഓക്കെ. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡോളസെന്റ് ബ്രെയിൻ. നിങ്ങളുടെ ബ്രെയിനിനെ പറ്റി നമ്മൾ നോക്കുകയാണ്. അഡോളസെന്റ് ബ്രെയിൻ. അപ്പൊ എന്താണ്? സെക്കൻഡ് വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി. രണ്ടാമത്തെ ജാലകം, അവസരത്തിന്റെ രണ്ടാമത്തെ ജാലകമാണ്. അണ്ടർസ്റ്റാൻഡിങ് അഡോളസെന്റ് ബ്രെയിൻ ഡെവലപ്മെന്റ്. ഇനി നമുക്ക് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും, ഇവിടെ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് കാലഘട്ടം എടുക്കുവാണ്. താഴേക്ക് നോക്കുക. 0 to 3 years, 0 തൊട്ട് 3 വയസ്സ് വരെ. പിന്നെ എന്താണ്? 4, 5, 6, 7, 8, 9 ഉണ്ട്. പിന്നെ 9 to 14 years. പിന്നെ എന്താണ്? 15, 16 years. ഇതിനകത്ത് 0 to 3 എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റേജ് ആണ്. 0 തൊട്ട് 3 വയസ്സ് വരെ എന്ന് പറയുന്നത് ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ആദ്യത്തെ ഒരു സ്റ്റേജ് ആണ്. Then comes 9 to 14, 9 തൊട്ട് 14 വയസ്സ് വരെ. That is the adolescent age. That is the second window of opportunity. നമ്മുടെ വ്യക്തിത്വ വികസനത്തിന്റെ, നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ രണ്ടാമത്തെ സാധ്യത കിട്ടുന്ന ഘട്ടമാണത്. That is the second window of opportunity. നമുക്കിനി നോക്കാം. അപ്പൊ നോക്കിയേ, puberty initiates intense learning and brain development. Puberty എന്ന് പറയുന്നത് സ്ത്രീയാണ് പുരുഷനാണ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇന്റൻസ് ലേണിംഗ് ആൻഡ് ബ്രെയിൻ ഡെവലപ്മെന്റ്, വളരെ ശക്തമായ പഠനത്തിന്റെയും ഭൗതിക വികസനത്തിന്റെയും കാലഘട്ടമാണ്. which lead to structural remodeling and neural reconfiguration of key brain systems. ഇതെല്ലാം നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിന്റെ സ്ട്രക്ചറൽ റീമോഡലിംഗ്, പുതിയ മോഡലിംഗ് ആയിട്ട് വീണ്ടും ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ഒരു ചില സാഹചര്യങ്ങളാണ് ഇതൊക്കെ. ഇറ്റ് ഈസ് എ ക്രൂഷ്യൽ ടൈം ടു ഇൻവെസ്റ്റ് ഇൻ അഡോളസെൻസ്. അതുകൊണ്ട് അഡോളസെൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അവരിൽ നിക്ഷേപം നടത്തുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഹ്യൂമൻ ബ്രെയിൻ ഡെവലപ്മെന്റ്, അതിന്റെ ഒരു പാത്വേസ് ആണ് നമ്മൾ നോക്കുക. അതിനകത്ത് എന്താണ്? സെൻസറി പാത്വേസ്, വിഷൻ ആൻഡ് ഹിയറിംഗ്. അപ്പോൾ അത് ഏത് പ്രായത്തിലാന്നുള്ളതാണ്. ആദ്യം തൊട്ട് അമ്മയുടെ വയറ്റിലായിരിക്കുന്നപ്പം തൊട്ട് അതിനുശേഷം ഏകദേശം ഒരു 10-12 അല്ലേ, ആ ബർത്ത് മന്ത്സ് ആൻഡ് ഇയേഴ്സ് അതനുസരിച്ച് ലാംഗ്വേജിന്റെ ഹയർ കോഗ്നിറ്റീവ് ഫംഗ്ഷന്റെ ഒക്കെ ഒരു ഗ്രാഫാണ്. ഇനി അഡോളസെന്റ് ബ്രെയിൻ,
ദ ഇംബാലൻസ്ഡ് അഡോളസെന്റ് ബ്രെയിൻ. അപ്പൊ എന്താണ് അഡോളസെന്റ് ബ്രെയിൻ എന്ന് പറയുന്നത്? ഇംബാലൻസ്ഡ് ആണ്. കാരണം there is rapid development of the brain and of the emotions of the hormones, അല്ലേ? അപ്പം the adolescent prefrontal cortex is not completely connected. അതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ adolescent ബ്രെയിനിന്റെ prefrontal cortex എന്ന് പറയുന്നത് is not completely connected, പൂർണ്ണമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഇമോഷണൽ റെസ്പോൺസസ് ആർ ഹൈറ്റൻഡ്, വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ വളരെ കൂടുതലായിരിക്കും. കോഗ്നിറ്റീവ് കൺട്രോൾസ് ആർ ഇമ്മച്വർ, ഭൗതികമായിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ ഇമ്മച്വർ ആയിരിക്കും, പക്വതയില്ലാത്തതായിരിക്കും. ഇതൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ. ആ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മാനസിക സുസ്ഥിതി ഇത്രയും കണ്ടു കഴിഞ്ഞു അല്ലെ? നമ്മുടെ പ്രത്യേകതകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഈ പ്രായത്തിലെ നമ്മുടെ മാനസിക സുസ്ഥിതിയെ പറ്റി നമുക്ക് നോക്കാം. അപ്പൊ നോക്കിയേ, ന്യൂട്രീഷന്റെ കാര്യത്തില്, സ്പോർട്സിന്റെ കാര്യത്തില് ഇതൊക്കെ വേണം. എക്സസൈസ്, വിറ്റാമിൻസ് വേണം, ലൈഫ് സ്റ്റൈൽസ് നല്ലതായിരിക്കണം, റിലാക്സ് ചെയ്യണം, വെയിറ്റിന്റെ കാര്യം നോക്കണം, ബാലൻസ് നോക്കണം, സ്നോ സ്മോക്കിംഗ്, ഡ്രഗ്സ് ഒന്നും വേണ്ട. ഇനി കോമ്പനൻസ് ഓഫ് വെൽനസ്. ഇനി നോക്കുക, നമ്മുടെ ഈ ടോപ്പിക്കിലേക്ക് നമ്മൾ കണ്ടു വെൽനസ് ആണ് നമ്മുടെ ഇവിടുത്തെ ടോപ്പിക്. വെൽനസ്, നന്നായിരിക്കുക. അതിന്റെ കോമ്പനൻസ് ഏതൊക്കെയാണ്? ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ. അതിപ്പോ എന്താണ് ഫിസിക്കൽ ആയിട്ടുള്ള എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എങ്ങനെയാണ്? ശാരീരികമായിട്ടുള്ള, കായികമായിട്ടുള്ള, ഫിസിക്കൽ, മെന്റൽ മാനസികമായിട്ടുള്ള, സോഷ്യൽ സാമൂഹ്യമായിട്ടുള്ള വെൽനസ്. ഈ മൂന്ന് ഘടകങ്ങൾ ചേരുമ്പോഴാണ് നമുക്ക് വെൽനസ് ഉണ്ട് എന്ന് പറയാൻ സാധിക്കുക. അടുത്തതായിട്ട് നമുക്ക് നോക്കാം, വൈ മെന്റൽ വെൽനസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ സ്റ്റുഡൻസ്. അടുത്തതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിലേക്ക് നമ്മൾ എത്തുവാണ്. മെന്റൽ വെൽനസ്, മാനസിക സുസ്ഥിതി എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് അത്യാവശ്യമായിട്ട് ഇരിക്കുക? ഒന്നാമത്തെ കാര്യം, ഇറ്റ് എൻഹാൻസിംഗ് ലേണിംഗ്, പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നു. രണ്ടാമത്തെ കാര്യം, പ്രൊമോട്ടിംഗ് സോഷ്യൽ കണക്ഷൻ, ആൾക്കാർ തമ്മിൽ നന്നായിട്ട് കണക്ട് ചെയ്യാൻ, ബന്ധപ്പെടാൻ, അവരുമായിട്ട് നന്നായിട്ട് ഇടപെടുവാൻ, കാര്യങ്ങൾ തീരുമാനിക്കാൻ, കാര്യങ്ങൾ നടത്താനുള്ള പ്രാപ്തി നമുക്ക് സ്വായത്തമാകുന്നു. മൂന്നാമത്തേത്, ബൂസ്റ്റിംഗ് റിസൈലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു തീരുമാനമെടുത്താൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഉറച്ചതിൽ നിന്ന് തീരുമാനം നടത്താനുള്ള ശേഷി ഉണ്ടാകുന്നു. ഇംപ്രൂവിംഗ് ഫിസിക്കൽ ഹെൽത്ത്, നമ്മുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം നന്നാക്കിയെടുക്കാൻ സാധിക്കുന്നു. റെഡ്യൂസിങ് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി, നമുക്ക് ടെൻഷൻ, ആൻസൈറ്റി, വെപ്രാളം അല്ലെ, ഇതൊക്കെ കുറയ്ക്കാൻ സാധിക്കുന്നു. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് നമ്മുടെ മെന്റൽ വെൽബീയിങ് അത്യാവശ്യമാണ് എന്ന് പറയാൻ കാരണം. ഇനി ഫീച്ചേഴ്സ് ഓഫ് ഓഫ് സ്റ്റുഡൻസ് വിത്ത് ഗുഡ് മെന്റൽ വെൽനസ്. അപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന ഈ കാര്യങ്ങളൊക്കെ നോക്കുക, നിങ്ങൾ ആരോടും പറയണ്ട, നിങ്ങളുടെ തന്നെ ഉള്ളിൽ നിങ്ങൾ ചിന്തിക്കുക. ഇത്രയും ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ നല്ല മാനസിക ആരോഗ്യം നമുക്കുണ്ടെന്ന് പറയാൻ സാധിക്കും. ആദ്യമായിട്ട് ഇമോഷണൽ സ്റ്റെബിലിറ്റി, വൈകാരിക സ്ഥിരത. They manage their emotions well. അവരുടെ ഇമോഷൻസ് അവർ നന്നായിട്ട് മാനേജ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് കോവിഡ് സ്ട്രെസ്, ടെൻഷനെയും സ്ട്രെസ്സിനെയും ഒക്കെ നന്നായിട്ട് മാനേജ് ചെയ്യുന്നു. ആൻഡ് ബൗൺസ് ബാക്ക് ഫ്രം സെറ്റ് ബാക്സ് വിത്ത് റിസൈലൻസ്. അപ്പൊ എന്താണ്? വീഴ്ചകളിൽ നിന്നും തകർച്ചകളിൽ നിന്നൊക്കെ കുതിച്ചുയർന്നു വരുന്നു അവര്. ഒന്നാമത്തെ പ്രത്യേകതയാണ്. രണ്ടാമത്തേത് പോസിറ്റീവ് സെൽഫ് എസ്റ്റീം, നമ്മളെ പറ്റി നല്ല അഭിമാനബോധം, പോസിറ്റീവ്നെസ് അല്ലെ. എന്താണേലും പ്രശ്നമില്ല, ഞാൻ മിടുക്കനാണ്, ആ ഒരു ബോധ്യം. ആരെന്നാ പറഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പൊ എന്താണ്? ഇപ്പൊ ഇദ്ദേഹം എന്നോട് പറയാം, നീ ഒരു കുരങ്ങന. ഇദ്ദേഹം എന്നോട് പറയുവാണ്, നീ ഒരു കുരങ്ങന, ഓടും, എനിക്കൊരു പ്രശ്നമില്ല. അതാണ് അതിന്. തിരിച്ച് ഞാൻ അങ്ങോട്ട് പറഞ്ഞാലും ഇദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ that denotes it involves good mental wellness. Okay, then അടുത്തത്, they feel good about themselves, accept their strengths and limitations. അവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പരിമിതികളും അവർക്ക് മനസ്സിലാകും കൃത്യമായിട്ട്. അവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും, അവിടെ ഒരു സംസാരമുണ്ട്, അവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ലിമിറ്റേഷൻസുകളും പരിമിതികളും അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ എന്താണ്? നല്ല മാനസിക ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് തന്റെ പരിമിതികളെ പറ്റിയും
തന്റെ പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റീസിനെ പറ്റിയും നല്ല ബോധ്യം ഉണ്ടാവും അല്ലെ. പിന്നെ ആയിട്ടുള്ളത് എന്താണ്? ആൻഡ് ഷോ സെൽഫ് കോൺഫിഡൻസ് ഇൻ ദർ ആക്ടിവിറ്റീസ്. അവരുടെ ഓരോ പ്രവർത്തനങ്ങളിലും ആത്മവിശ്വാസം നിഴലിച്ചു കാണാൻ സാധിക്കും. പിന്നെ ഹെൽത്തി റിലേഷൻഷിപ്സ്, ആരോഗ്യകരമായിട്ടുള്ള ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റും. They form meaningful, respectful and cooperative relationships with peers, teachers and family. അപ്പൊ എന്താണ്? അവര് അർത്ഥവത്തായിട്ടുള്ള, ബഹുമാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള, സഹകരണ മനോഭാവമുള്ള ബന്ധങ്ങൾ കൂട്ടുകാരുമായിട്ടും അധ്യാപകരുമായിട്ടും കുടുംബവുമായിട്ടും അവർക്ക് സ്ഥാപിക്കാൻ സാധിക്കും. അപ്പൊ ഈ ഫീച്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ്? മീനിങ്ഫുൾ, അർത്ഥവത്തായിട്ടുള്ള, അർത്ഥമില്ലാത്ത ഒരു ബന്ധങ്ങളിലും അവർ ഏർപ്പെടുകയില്ല. ബഹുമാനിക്കപ്പെടാത്ത ഒരു ബന്ധങ്ങളിലും അവര് ബന്ധങ്ങൾ സ്ഥാപിക്കുകയില്ല. സഹകരണമില്ലാത്ത ഒരു കാര്യങ്ങളിലും അവർ ഇടപെടുകയില്ല. അപ്പം ഈ 3 ഫീച്ചേഴ്സ് ഉള്ള ബന്ധങ്ങൾ കൂട്ടുകാരുമായിട്ടും അധ്യാപകരുമായിട്ടും കുടുംബവുമായിട്ടൊക്കെ അവർ സ്ഥാപിക്കും. പിന്നെ മോട്ടിവേഷൻ ആൻഡ് ഗോൾ സെറ്റിംഗ്. ദേ ഷോ എൻതൂസിയാസം ഫോർ ലേണിംഗ്. പഠനത്തിന് നല്ല ഉത്സാഹം കാണിക്കും അവര്. They stay focused. കൃത്യമായിട്ട് തങ്ങളുടെ ലക്ഷ്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കും. അതായത് എന്താണ്? പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ എന്താണ് ഇന്ന കോമ്പറ്റേറ്റീവ് എക്സാം പാസ്സാക്കുക, അല്ലെങ്കിൽ ജിമ്മിൽ പോയി ഇതുപോലെ ബോഡി ഫിറ്റ് ആക്കുക. ഇങ്ങനൊരു കാര്യമുണ്ടെങ്കിൽ വേറെ എന്ത് കാര്യം വന്നാലും അതിൽ നിന്നൊന്നും ഫോക്കസ് മാറുകയില്ല. എന്താണ്? ഇന്നൊരു സിനിമയ്ക്ക് പോയേക്കാം, ഇല്ല ഞാൻ ഇന്ന് ജിമ്മിൽ തന്നെ പോകും. അല്ലെ, ഇന്നൊരു ബേക്കറിയിൽ പോയേക്കാം, ഇല്ല എനിക്ക് പരീക്ഷയുണ്ട്, പരീക്ഷയ്ക്ക് വേണ്ടി തന്നെ ഞാൻ പഠിക്കും. അതാണ് ഫോക്കസ്. ഇനി എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, നല്ല സംസാര ചാതുരി, വാക്ചാതുരി, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അവർക്കുണ്ടായിരിക്കും. They can express their thoughts, തങ്ങളുടെ ചിന്തകളും അതുപോലെ തന്നെ തങ്ങളുടെ വികാരങ്ങളും അവരുടെ ആവശ്യങ്ങളും വളരെ വ്യക്തമായിട്ടും ബഹുമാനമുള്ള രീതിയിലും പ്രകടിപ്പിക്കാനും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് കേൾക്കാനും അവർക്ക് സാധിക്കും. പിന്നെ ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈൽ, അവരുടേതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആയിരിക്കും. ദേ മെയിൻറ്റെയിൻ എ ഗുഡ് ബാലൻസ് ബിറ്റ്വീൻ സ്റ്റഡി, സ്ലീപ്പ് ആൻഡ് ഫിസിക്കൽ. അപ്പൊ എന്താണ്? അവർ പഠനം, ഉറക്കം, ബാക്കി കായികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇവയിലെല്ലാം ഒരു നല്ല ബാലൻസ് കീപ്പ് ചെയ്യും. അപ്പൊ ഇത്ര ഫീച്ചേഴ്സ് നിങ്ങൾക്കുണ്ടോ? ഇത്ര ഫീച്ചേഴ്സ് ഉണ്ടോ? സാറേ എന്നെ മാത്രം പിടിക്കാതെ. ഉണ്ടോ? ഇവിടെ ഉണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓർത്തോളുക, ഇത്രയും ക്വാളിറ്റീസ് നമ്മൾ കണ്ടു അല്ലെ. നല്ല മാനസിക ആരോഗ്യമുള്ള കൗമാര പ്രായത്തിലുള്ള കുട്ടികളുടെ സവിശേഷതകളാണ്. നിങ്ങൾ ഓരോരുത്തരും ആരോടും അതിനെപ്പറ്റി മിണ്ടണ്ട, നിങ്ങൾ അത് കേട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റൽ വെൽനെസ്സിനെ പറ്റി നല്ല ബോധ്യമുണ്ടാവും. അപ്പൊ നമ്മൾ ഒരു കാര്യം ഓർത്തോളൂ കേട്ടോ, ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടി അറിയുന്നതാ? നമ്മളെ പറ്റി മനസ്സിലാക്കാൻ. എന്തിനു വേണ്ടിയാണ് നമ്മളെ പറ്റി മനസ്സിലാകുന്നത്? നമ്മൾ അത് കണ്ട് ഡെവലപ്പ് ചെയ്യാൻ. എന്തിനാ നമ്മൾ അത് കണ്ട് ഡെവലപ്പ് ചെയ്യുന്നത്? നമ്മൾ മിടുക്കരാവാൻ. ഏത് മേഖലയിലാണോ ചെന്നെത്തുന്നത് ആ മേഖലയിൽ ശോഭിക്കാൻ, അല്ലെ? ഇതാണ് എന്റെ അടിസ്ഥാനം. ഇങ്ങനത്തെ ക്ലാസ്സുകൾ എന്തിനൊക്കെയാണ് നിങ്ങൾക്ക് തരുന്നത് എന്നതിനെ പറ്റി നിങ്ങൾക്ക് നല്ലൊരു ബോധ്യം ഉണ്ടാകാൻ വേണ്ടി ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്, മെന്റൽ ഹെൽത്ത് ഈസ് ജസ്റ്റ് ആസ് ഇമ്പോർട്ടന്റ് ആസ് യുവർ ഫിസിക്കൽ ഹെൽത്ത്. മാനസിക ആരോഗ്യം നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. മാനസിക ആരോഗ്യം നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം, ജസ്റ്റ് ഒരു എക്സാമ്പിൾ, അതിന്റെ പ്രാധാന്യം പറയാൻ വേണ്ടിയാണ്. ഒരു 1ാം തരം മെഴ്സിഡീസ് ബെൻസ് ഇ ക്ലാസ് നമ്മുടെ ഫ്രണ്ടിലുണ്ടെന്ന് സങ്കല്പിക്കുക. എന്നേലും കുഴപ്പമുണ്ടോ? അതിന് പെട്രോൾ ഇല്ല എന്ന് സങ്കല്പിക്കുക. പ്രത്യേകിച്ച് വല്ല കാര്യമുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ശാരീരിക ആരോഗ്യം പോലെ തന്നെ വളരെ അത്യാവശ്യമാണ് നമ്മുടെ മെന്റൽ വെൽബീയിങ്. ശക്തമായ മാനസിക ആരോഗ്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള മാനസിക ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ഫിറ്റ്നസ് ആയിട്ടുള്ള ബോഡി ഉണ്ടായിട്ടും നമുക്ക് കാര്യമുള്ളൂ എന്നാണ് ഇവിടെ പറയുക. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം, ഇറ്റ് ഈസ് ഓക്കെ ടു റീച്ച് ഔട്ട് ഫോർ ഹെൽപ്പ്. ഇനി അതിന്റെ കാര്യം ഇതേ ഉള്ളൂ, ഈ
ഒരു പ്രായത്തിൽ, ഏതൊരു പ്രായത്തിലും നമുക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ സംഭവിക്കാം. സ്ട്രെസ്, ടെൻഷൻ ഒക്കെ സംഭവിക്കാം. പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ആ സമയത്ത് നിങ്ങൾ ചോദിക്കേണ്ട സ്ഥലത്ത് നിന്ന് സഹായം സ്വീകരിക്കുന്നുണ്ടോ? ചോദിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉചിതമായ ഏറ്റവും പ്രോപ്പറായിട്ടുള്ള സഹായം സ്വീകരിക്കുന്നുണ്ടോ? ഇപ്പം എന്താണ്, എക്സാമിനേഷൻ്റെ ടെൻഷൻ ആവാം, അല്ലെങ്കിൽ എന്താണ്, പ്രണയ നൈരാശ്യത്തിൻ്റെ ടെൻഷൻ ആവാം. ഇതൊക്കെ സംഭവിക്കാം. പക്ഷേ ആ സമയത്ത് നിങ്ങൾ പ്രോപ്പർ ഹെൽപ്പ് സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇനി നമുക്ക് നോക്കാം. സ്കൂൾ മെന്റൽ ഹെൽത്ത് ട്രെയിനിങ്. സ്കൂളിലെ മെന്റൽ ഹെൽത്ത് ട്രെയിനിങ് ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന സംഭവമാണ്. ഇപ്പൊ നോക്കിയേ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന അത്ര പ്രാധാന്യത്തോടുകൂടി പറയുന്ന ഒരു കാര്യമാണ് സ്കൂൾ മെന്റൽ ഹെൽത്ത് ട്രെയിനിങ്. ഇനി 1 in 5 teens have a mental health condition. 5 കുട്ടികൾ എടുത്താൽ, ഞാൻ 5 കുട്ടികളെ എടുക്കുന്നില്ല ഇവിടെ കേട്ടോ, 5 കുട്ടികൾ എടുത്താൽ ഒരു കുട്ടിക്ക് മെന്റൽ ഹെൽത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. മെന്റൽ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ അതിനകത്ത് ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യമില്ല. ഓരോന്നിനും ഓരോ പേരുണ്ടെന്നുള്ളത് അല്ലേ? അപ്പൊ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ്. അപ്പൊ എന്താണ്, 5 പേരിൽ ഒരാൾക്ക് 1 in 5 teens have a mental health condition. ഇനി എഫക്ട്സ് ഓഫ് പാൻഡമിക് ഓൺ ടീൻ മെന്റൽ ഹെൽത്ത് പ്രധാനപ്പെട്ട കാര്യമാണ്. കോവിഡ്-19 കാലത്ത്, കോവിഡ്-19 ശേഷം കുട്ടികളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആങ്സൈറ്റി, ഡിപ്രഷൻ, സ്ലീപ്പ് ഇഷ്യൂസ്, വിഡ്രോയിങ് ഫ്രം ഫാമിലി, അഗ്രസീവ് ബിഹേവിയർ, ഇതൊക്കെ പാൻഡമിക്കിന് ശേഷം, കോവിഡ്-19 ശേഷം വന്നിട്ടുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആണ്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഉചിതമായ ഹെൽപ്പ് നിങ്ങൾ സ്വീകരിക്കുക. അതാണ് ഈ ക്ലാസിന്റെ ഉദ്ദേശം. അടുത്ത, മെന്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഓഫ് സ്കൂൾ സ്റ്റുഡൻസ്, എ സർവേ. ഇനി മാനസികാരോഗ്യവും വെൽബീയിങ്ങും സ്കൂൾ കുട്ടികളുടെ മാനസികാരോഗ്യവും വെൽബീയിങ്ങും അതിനെപ്പറ്റി ഒരു സർവേ 2022 ചെയ്തതാണത്. നമുക്ക് നോക്കാം. The New Indian Express says, Age of Rage, a look into the recent violent incidents in Kerala. കേരളത്തിലെ കൗമാരക്കാരുടെ വളരെ വയലന്റ് ആയിട്ടുള്ള, അക്രമാസക്തമായിട്ടുള്ള പെരുമാറ്റത്തെ പറ്റി. ഈസ് ഇറ്റ് എ ഏജ് ഓഫ് റേജ്? ക്രൂരതയുടെ ഒരു കാലമാണോ ഇതെന്നാണ് ചോദ്യം. ഇനി അടുത്തത്, The Hindustan Times says, violence becoming a drug among youth, sadistic mindset on rise in children, Kerala Minister. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? വയലൻസ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഒരു ലഹരി പോലെയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ 2 തല്ല് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനമുണ്ടോ? അതാണ് പ്രശ്നം നിങ്ങളെ. അതാണ് ഈ പറയുന്നത്. ദാറ്റ് ഈസ് ദ മെന്റൽ ഹെൽത്ത് പ്രോബ്ലം. അപ്പൊ നോക്കിയേ, ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. സാഡിസ്റ്റിക് മൈൻഡ് സെറ്റ്, വളരെ ക്രൂരതയുള്ള ഒരു മൈൻഡ് സെറ്റ്, ആൾക്കാരെ വേദനിപ്പിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇവിടെ പറയുക. അത് പറഞ്ഞേക്കുന്ന ആരുമില്ല, കേരളത്തിന്റെ മന്ത്രിയാണ്. ഇനി അടുത്ത്, The Hindu says, 4 high school students booked for violent clash near tuition center in Kerala. ഒരു ട്യൂഷൻ സെന്ററിനടുത്ത് 4 ഹൈസ്കൂൾ കുട്ടികൾ തമ്മിലുള്ള ആക്രമണത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു അല്ലെ? അപ്പൊ നോക്കിയേ, എത്രമാത്രം ഈ സാഡിസ്റ്റിക് മൈൻഡ് സെറ്റും ക്രൂവൽറ്റിയും ഒക്കെ വളർന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇതൊക്കെ മാനസിക പ്രശ്നങ്ങളാണ്. അടുത്തത്, The New Indian Express says, child suicides on rise in Kerala. കുട്ടികളുടെ ആത്മഹത്യ വർദ്ധിക്കുന്നു. ഇനി നമുക്ക് നോക്കാം, ചൈൽഡ് സൂയിസൈഡ്സ് ആർ ഇൻക്രീസിംഗ് ഇൻ കേരള. ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ടെൻഷൻ കൂടുന്നത് കൊണ്ടും മാനസിക പ്രശ്നങ്ങൾ, അതായത് ഓരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാനുള്ള ശേഷിക്കുറവ്. അത് ആരുടെയും പ്രശ്നമല്ല. നമ്മുടെ ഈ കാലഘട്ടത്തിൽ, കൗമാര കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് അല്ലേ? അപ്പൊ അത് ഓർത്തുകൊള്ളുക. അപ്പൊ ആ സമയത്ത് അതിൻ്റെതായ ഹെൽപ്പ് സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. കേരളത്തിൽ 2020 ആത്മഹത്യ ചെയ്ത 324 കുട്ടികൾ. ഓരോ മണിക്കൂറിലും ഒരു വിദ്യാർത്ഥി എന്ന തോതിൽ ആത്മഹത്യകളുണ്ട്. ഇതിലേറെയും പെൺകുട്ടികളാണ്. 5 വർഷത്തിനിടെ 1213 കുട്ടികൾ ആത്മഹത്യ ചെയ്തതായി സംസ്ഥാന ക്രൈം കൺട്രോൾ ബോർഡ് പറയുന്നു അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇനി ഐഡന്റിഫൈ വൾനറബിൾ സ്റ്റുഡൻസ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
വൾണറബിൾ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ദോഷത്തിന് വിധേയരാകാവുന്ന ശക്തമായ മാനസിക ആരോഗ്യമില്ലാത്ത കുട്ടികളുടെ കാര്യങ്ങളെ പറ്റിയാണ് പോകുന്നത്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. വളരെ ശക്തിമത്തായ ആരോഗ്യകരമായ മാനസിക ആരോഗ്യം കുട്ടികൾക്ക് ഇല്ലാത്തത് എന്തുകൊണ്ട്? അഡ്വേഴ്സ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ഇൻക്ലൂഡ് ബാല്യകാലത്തിലെ ദോഷകരമായ അനുഭവങ്ങൾ. നമ്മൾ ഓർത്തോളുക, നമ്മുടെ ബാല്യകാലമാണ് നമ്മളുടെ ഭാവി തീരുമാനിക്കുക. ഒന്നാമതായിട്ട് ഫിസിക്കൽ അബ്യൂസ്, ശാരീരികമായിട്ടുള്ള ഉപദ്രവം. പിന്നെ ഫിസിക്കൽ നെഗ്ലക്ട്, നമ്മളെ കാരണവന്മാര് വേണ്ട രീതിയിൽ പരിഗണിക്കാതിരിക്കുക. സെക്ഷൽ അബ്യൂസ്, ലൈംഗികമായിട്ടുള്ള അബ്യൂസ്. ഇമോഷണൽ അബ്യൂസ്, വൈകാരികമായിട്ടുള്ള അബ്യൂസ്. ലോസ് ഓഫ് എ പേരന്റ് ഡ്യൂ ടു ഡെത്ത്, ഡൈവോഴ്സ് ഓർ അബാൻഡ്മെന്റ്, അതായത് ഒരു രക്ഷിതാവിന്റെ മരണം മൂലമോ വിവാഹബന്ധം വേർപെടുത്തുന്നത് മൂലമോ അല്ലെ ഉപേക്ഷിക്കപ്പെട്ടത് കൊണ്ട് മൂലമോ ഉണ്ടാകുന്ന ഇമോഷണൽ സ്ട്രെസ്. ഹൗസ് ഹോൾഡ് മെമ്പർ ഹു സഫേർഡ് ഫ്രം മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്, വീട്ടിലെ ഒരു വ്യക്തി മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നുണ്ടാകാവുന്ന സ്ട്രെസ് ഇഷ്യൂസ്. ഹൗസ് ഹോൾഡ് മെമ്പർ അഡിക്റ്റഡ് ടു ഇല്ലീഗൽ ഡ്രഗ്സ് ഓർ ആൽക്കഹോൾ, അപ്പൊ എന്താണ്, ഡ്രഗ്സോ മദ്യപാനമോ അതിന്റെ ദോഷങ്ങൾ. വിറ്റ്നസ് ഡൊമസ്റ്റിക് വയലൻസ് അഗേൻസ്റ്റ് മദർ, അമ്മയ്ക്കെതിരെ ഉണ്ടാകുന്ന ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനം, ഇതൊക്കെ സാക്ഷികളായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഡസ് ചൈൽഡ്ഹുഡ് ട്രോമ അഫക്ട് അസ് ലേറ്റർ ഇൻ ലൈഫ്? ഇനി ബാല്യകാലത്തിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ നമ്മുടെ ലേറ്റർ ലൈഫിൽ അഫക്ട് ചെയ്യുമോ? അതാണ് ചോദ്യം. അതിന്റെ ഉത്തരം ഇതാണ്. അഡ്വേഴ്സ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ഇൻക്ലൂഡ് ഹൗ ട്രോമ affects a developing brain. എങ്ങനെയാണ് ബാല്യകാലത്തിലെ നമ്മുടെ വേദനകൾ, നമ്മുടെ മുറിവുകൾ നമ്മളെ അഫക്റ്റ് ചെയ്യുക? ഫിസിക്കൽ ബ്രെയിൻ ചേഞ്ചസ്, ബ്രെയിനിൽ ഉണ്ടാകുന്ന ഫിസിക്കൽ മാറ്റങ്ങൾ. സ്മോളർ ബ്രെയിൻ സ്ട്രക്ചേഴ്സ്, ബ്രെയിനിന്റെ സ്ട്രക്ചറുകൾ ചെറുതാകുന്നു. ലെസ് ബ്രെയിൻ സെൽസ്, ബ്രെയിനിന്റെ സെൽസിന്റെ എണ്ണം കുറയുന്നു. ബ്രോക്കൺ കണക്ഷൻസ് ബിറ്റ്വീൻ ബ്രെയിൻ സെൽസുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന കണക്ഷൻസ്, നെർവ് കണക്ഷൻസ് ഒക്കെ വളരെ കുറഞ്ഞു വരുന്നു. ലോവേഴ്സ് ഇമോഷണൽ കൺട്രോൾ ഇല്ലാതാവുന്നു. ബ്രെയിൻ ക്യാൻ പ്രോസസ് ഇമോഷൻസ്, ലീഡ്സ് ടു മൂഡ് ഡിസോർഡേഴ്സ് ആൻഡ് ബിഹേവിയറൽ ഇഷ്യൂസ്. അപ്പൊ എന്താണ്, ഇമോഷൻസ് ശരിക്കും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. ലീഡ്സ് ടു മൂഡ് ഡിസോർഡേഴ്സ്, വൈകാരിക വ്യത്യാസങ്ങൾ, ബിഹേവിയറൽ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകുന്നു. അടുത്തത് ലോവേഴ്സ് ലേണിംഗ് എബിലിറ്റി, പഠിക്കാനുള്ള ശേഷി ഇല്ലാതാവുന്നു. കോസസ് ട്രബിൾ കോൺസെൻട്രേറ്റിംഗ്, ഏകാഗ്രമായി പഠിക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ പേയിങ് അറ്റൻഷൻ, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. ആൻഡ് ലോവേഴ്സ് ക്രിയേറ്റിവിറ്റി, നമ്മുടെ ക്രിയേറ്റിവിറ്റി, അതായത് പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷിയൊക്കെ ഇല്ലാതാവുന്നു. ലോവേഴ്സ് ബിഹേവിയറൽ കൺട്രോൾ, നമ്മുടെ പെരുമാറ്റ നിയന്ത്രണം ഇല്ലാതാവുന്നു. ബ്രെയിൻ ചേഞ്ചസ് മേക്ക് ഇറ്റ് ഹാർഡ് ടു കൺട്രോൾ ഇമ്പൾസസ്, ബിഹേവിയേഴ്സ് ആൻഡ് ഫോം റിലേഷൻഷിപ്സ്, അതായത് നമ്മുടെ ഇമ്പൾസ്, പെട്ടെന്നുള്ള നമ്മുടെ പെരുമാറ്റങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നു. അതുപോലെ തന്നെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കാതെ വരുന്നു. ഇതൊക്കെ ബാല്യകാലത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബാഡ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസിന്റെ ട്രോമയുടെ പരിണിത ഫലങ്ങളാണ്. അടുത്തത് അഡ്വേഴ്സ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ഇൻക്ലൂഡ്. ഇനി നോക്കുക, ക്യാൻ ചൈൽഡ്ഹുഡ് ട്രോമ ഇമ്പാക്ട് യുവർ പേഴ്സണാലിറ്റി ടൈപ്പ്? നമ്മുടെ വ്യക്തിത്വത്തെ, പേഴ്സണാലിറ്റി ടൈപ്സിനെ അഡ്വേഴ്സ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ബാധിക്കുമോ? ന്യൂറോ ഡൈവേഴ്സിറ്റി, അപ്പൊ നോക്കിയേ, ഒത്തിരി പ്രശ്നങ്ങളുള്ളത് നോക്കുക. ADD, ഡെവലപ്മെന്റൽ കോർഡിനേഷൻ ഡിസോർഡർ, ഗിഫ്റ്റഡ്, സെൻസറി ഇന്റഗ്രേഷൻ ഡിസോർഡർ, ഓഡിറ്ററി പ്രോസസിംഗ്, OCD, ഡിപ്രഷൻ, ആങ്സൈറ്റി, ADHD, സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ്, ODD, കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ഡെവലപ്മെന്റൽ ഡിസബിലിറ്റീസ്, ട്രോമ, ഡിസ്ലെക്സിയ, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ഡൗൺ സിൻഡ്രോം, ടൂറിറ്റീസ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു. ഇനി ഡിസ്പ്രാക്സിയ, വെർബൽ സ്കിൽസിന്റെ പ്രശ്നം, എംപതിയുടെ കുറവ്, ഇൻറ്റ്യൂഷന്റെ കുറവ്, ഡിസ്കാൽക്കുലിയ,
വെർബൽ സ്കിൽസിന്റെ കുറവ്, ഇന്നോവേഷന്റെ കുറവ്, ഡിസ്ലെക്സിയ, വിഷ്വൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി, സ്പേഷ്യൽ റീസണിംഗ്, ADHD, ക്രിയേറ്റിവിറ്റി, ഹൈപ്പർ ഫോക്കസ്, എനർജി ആൻഡ് പാഷൻ, ഓട്ടിസം, attention to detail, memory, deep focus, divergent thinking, mental health, depth of thoughts and feelings, acquired neurodivergence, empathy, adaptability, tortoise, creativity, observational skills, MDHD, ADHD, hyperactive, impulsive, inattentive. അടുത്തത് ADHD സൈൻസ് ആൻഡ് സിംറ്റംസ് ഇൻ ചിൽഡ്രൻ. ഫോർഗെറ്റ്ഫുൾനെസ്, മറന്നു പോവുക. അപ്പൊ ഒരു കാര്യം മറന്നു നോർത്തോണ്ട് ഉടനെ അതാന്ന് പറഞ്ഞേക്കരുത് കേട്ടോ. അടുത്ത് കെയർലെസ്നെസ്, ശ്രദ്ധയില്ലായ്മ. റിസ്കി ബിഹേവിയർ, വളരെ റിസ്ക് ഉള്ള പെരുമാറ്റങ്ങൾ. ട്രബിൾ ഗെറ്റിംഗ് എലോങ്. പിന്നെ ഡിസോർഗനൈസേഷൻ, എക്സസീവ് ടോക്കിംഗ്, വളരെയധികം സംസാരിക്കുന്നു. ഡേ ഡ്രീമിംഗ്, സ്വപ്നം കാണുന്നു. ഡിഫിക്കൽറ്റി സിറ്റിംഗ് സ്റ്റിൽ, മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റാതിരിക്കുന്നു. ഇതൊക്കെ ഇതിന്റെ പ്രത്യേകതകളാണ്. ADHD ഇൻ ബ്രെയിൻ. നോക്കിയേ, ADHD ഉള്ള ഒരു ബ്രെയിനെ നമുക്ക് ഇങ്ങനെ ചിത്രത്തിൽ കൂടെ നമുക്ക് രേഖപ്പെടുത്താൻ പറ്റും. പേഴ്സണാലിറ്റി ആൻഡ് ടെമ്പറമെന്റ്, ADHD ആൻഡ് ഡ്രഗ് യൂസ്, ഇമ്പൾസീവ് ഹൈപ്പർ ആക്ടിവിറ്റി, ലേണിംഗ് ഡിഫിക്കൽറ്റീസ്, പഠനത്തിലെ ബുദ്ധിമുട്ടുകൾ, എക്സസീവ് റെസ്റ്റ്ലെസ്നെസ്, മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റാതിരിക്കുന്നു, ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റാതിരിക്കുന്നു, ലോ ഫ്രസ്ട്രേഷൻ ടോളറൻസ്, ട്രബിൾ മൾട്ടി ടാസ്കിങ്, പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റാതിരിക്കുന്നു, ഷോർട്ട് ടെമ്പറമെന്റ്, പെട്ടെന്ന് ചൂടാവുന്നു. അവിടെ സംസാരിക്കുന്നത് അതിന്റെ ഫീച്ചറാണോ എന്ന് അറിയത്തില്ല. ഇനി അടുത്തത് ഫ്രീക്വന്റ് മൂഡ് സ്വിങ്സ്, പെട്ടെന്ന് മൂഡുകൾ സ്വിങ് ചെയ്യുന്നു. ട്രബിൾ ഹാൻഡ്ലിംഗ് സ്ട്രെസ്, ടെൻഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുന്നു. പുവർ പ്ലാനിങ് ആൻഡ് ഡിസോർഗനൈസേഷൻ, ഒരു കാര്യം പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് നടത്താൻ പറ്റാതിരിക്കുന്നു. ലേണിംഗ് ഡിസബിലിറ്റീസ്, നമുക്കിനി നോക്കാം. റിസ്ക് ഫാക്ടേഴ്സ് ഫോർ മെന്റൽ ഹെൽത്ത് പ്രോബ്ലം ആൻഡ് സ്റ്റുഡൻസ്, കുട്ടികൾക്കിടയിലെ മെന്റൽ ഹെൽത്ത് പ്രോബ്ലമിന്റെ റിസ്ക് ഫാക്ടേഴ്സ്. വാട്ട് ആർ ദ കോമൺ സ്ട്രെസ്, പൊതുവെയുള്ള സ്ട്രെസ് എന്തൊക്കെയാണ്? സോഷ്യൽ മീഡിയ, എ സൈലന്റ് കില്ലർ ഓഫ് യുവർ മെന്റൽ ഹെൽത്ത്. ഓക്കെ, ഇനി നമ്മൾ എന്നും കാണുന്ന ടോപ്പിക്കിലേക്ക് എത്തുവാണ്. സോഷ്യൽ മീഡിയ നമ്മുടെ ആരോഗ്യം ഇല്ലാതാക്കുന്നു. ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. നമ്മളെ നോക്കിയേ, എനിക്കും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒരു യാഥാർത്ഥ്യ ബോധത്തിൽ എത്തുന്നു. അതായത് എന്താണ്? ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായിട്ട് ബാധിക്കുന്നു. ഇനി ടെക്നോളജി അഡിക്ഷൻ, സാങ്കേതിക വിദ്യയിലുള്ള അഡിക്ഷൻ. ടെക്നോളജി, ഫുൾ ടൈം ടെക്നോളജിയിൽ. ഇന്റർനെറ്റ് ഓവർ യൂസ് ആൻഡ് അഡിക്ഷൻ. ഇന്റർനെറ്റ് ഓവർ യൂസ് ആൻഡ് അഡിക്ഷൻ, ഇന്റർനെറ്റ് കൂടുതൽ ഉപയോഗിക്കുക, ഇന്റർനെറ്റിന് അടിമയാവുക. ടൈപ്പ് ഓഫ് ഡിജിറ്റൽ അഡിക്ഷൻ, ഡിജിറ്റൽ അഡിക്ഷന്റെ പ്രധാനപ്പെട്ട രീതികൾ. സോഷ്യൽ മീഡിയ അഡിക്ഷൻ, എപ്പോഴും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. ഓൺലൈൻ ഗെയിമിംഗ് അഡിക്ഷൻ, ഓൺലൈൻ ഗെയിമുകളിൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. കാശ് പോവും, ആരോഗ്യം പോവും, ജീവൻ പോവും. സൈബർ റിലേഷൻഷിപ്പ് അഡിക്ഷൻ, സൈബർ റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ ഉള്ള അഡിക്ഷൻ സൈബറായിട്ട്. ഇൻഫോർമേഷൻ ഓവർലോഡ്, ഒത്തിരി വിവരങ്ങൾ വരുന്നു അല്ലെ? ഇന്റർനെറ്റിൽ കൂടെയൊക്കെ നമുക്ക്, ഫോണിൽ കൂടെയൊക്കെ ഒത്തിരി വിവരങ്ങൾ വരുന്നു നമ്മുടെ മനസ്സിൽ, ബ്രെയിനിൽ. കമ്പൽസീവ് വെബ് സർഫിംഗ്, അതായത് എന്താണ്? നമുക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഫോണുണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല. നമ്മള് വെറുതെ കയറി നെറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴും നെറ്റ് ഉപയോഗിക്കണം. പിന്നെ അടുത്തെന്താണ്? ഓൺലൈൻ ഷോപ്പിംഗ് അഡിക്ഷൻ, ചുമ്മാ ഇരുന്നാൽ പോരാ, ഫ്ലിപ്കാർട്ട്, ആമസോൺ എന്നിൽ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കും. ഓൺലൈൻ ഷോപ്പിംഗ് അഡിക്ഷൻ എല്ലാം നിങ്ങൾ നോക്കിക്കൊള്ളുക. അടുത്ത് സൈബർ ബുള്ളിങ്, അറിയാലോ, സൈബർ ആക്രമണം. ഇക്കാലത്ത് എല്ലാവരും നേരിടുന്ന ആക്രമണങ്ങളാണ് സൈബർ ആക്രമണം. 85% of Indian children experience cyberbullying, highest globally. 85% ഇന്ത്യൻ കുട്ടികൾ സൈബർ ബുള്ളിയിങ് നേരിട്ടിട്ടുണ്ട്. Types of cyberbullying: outing, trapping, trolling, dissing, blaming, denigration. Sleep deprivation, അടുത്ത പ്രോബ്ലം, മാനസിക പ്രോബ്ലം, സ്ലീപ്പ് ഡിപ്രിവിയേഷൻ. സോഷ്യൽ മീഡിയ ആൻഡ് ബോഡി ഇമേജ്. അപ്പൊ എന്താണ്? സോഷ്യൽ മീഡിയ ഒത്തിരി ഉപയോഗിച്ചാൽ സ്ലീപ്പ്, നമ്മുടെ ഉറക്കം നഷ്ടമാകും. അടുത്ത് സോഷ്യൽ മീഡിയ ആൻഡ് ബോഡി ഇമേജ്. ഇനി സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മുടെ ബോഡി എങ്ങനെയാണ്? നല്ല സ്ലിം ആണോ, ഫാറ്റ് ആണോ? ഇനി അതിനെയൊക്കെ എന്താണ് ട്രോള് ചെയ്യുന്ന, നമ്മുടെ മനസ്സിലെ നമ്മുടെ
രീതികളൊക്കെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ. ബോഡി ഇമേജ് ഇഷ്യൂസ്, ഡ്രഗ് അഡിക്ഷൻ. പിന്നെ അടുത്തതായിട്ട് ഡ്രഗ് അഡിക്ഷനെ പറ്റി നോക്കാം. ഐഡന്റിഫിക്കേഷൻ ആൻഡ് മാനേജ്മെന്റ്, മെന്റൽ ഹെൽത്ത് പെർസ്പെക്റ്റീവ്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. കുട്ടികളെ മറയാക്കി ലഹരിക്കടത്ത് 75 ഗ്രാം MDMAയുമായി ദമ്പതികളടക്കം 4 അംഗ സംഘം പിടിയിൽ. വാർത്തകളെല്ലാം നോക്കുക. ലഹരിയുടെ പിടിയിലെത്തുന്നത് 10-നും 15-നും ഇടയിലെ പ്രായത്തിൽ. ഡ്രഗ് അഡിക്ഷൻ. High time to start the fight against drug addiction among students. കുട്ടികൾക്കിടയിൽ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനം ആരംഭിക്കേണ്ടിയിരിക്കുന്നു. സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ്, അതായത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുണ്ടാകുന്ന എന്താണ് മാനസിക പ്രശ്നങ്ങൾ. നമ്മൾ ഓർത്തോണ്ട് സിമ്പിളായിട്ട് ഇത് ഈ സ്ലൈഡ് കാണിക്കാതെ തന്നെ ഒറ്റ വാക്കി പറയാം. അതായത് സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാതിരിക്കാൻ സാധിക്കത്തില്ല. അത്രമാത്രം അഡിക്റ്റഡ് ആവും. അതേ സമയത്ത് നമുക്കത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യം വരും. നമ്മുടെ ലൈഫ് സ്പാൻ 6-7 വർഷമായിട്ട് താഴും. ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലെത്തും. നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ജീവിതം ഇല്ലാതാക്കും. ഡ്രഗ്സ് ദാറ്റ് ക്യാൻ ഇൻഡ്യൂസ് സൈക്കോസിസ്, PCP, GHB, MDMA, LSD, ആൽക്കഹോൾ, മെഡിക്കേഷൻ, സ്റ്റിമുലൻസ്. അപ്പൊ ഇതെല്ലാം ഡ്രഗ്സുകളാണ്. ഒരു കാര്യം ഓർത്തോളുക, ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പം കൗതുകമായിട്ട് തോന്നിയാൽ പോലും ഇതൊരു കൗതുകമല്ല. വളരെ മാരകമായിട്ടുള്ള നമ്മുടെ രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും സ്വന്തക്കാർക്കും എല്ലാം ദുഃഖമുളവാക്കുന്ന, നമ്മുടെ തന്നെ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം ദുഃഖത്തോടുകൂടി ആത്മഹത്യയിൽ അവസാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നതാണ് ഡ്രഗിന്റെ ഉപയോഗം. സിമ്പിളായിട്ട് പറഞ്ഞാൽ, സ്ലൈഡൊന്നും വേണ്ട അല്ലേ, ഒറ്റ പറഞ്ഞാൽ ഇത് തന്നെയാണ്. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഇപ്പോഴൊക്കെ കുറച്ചുകൂടെ കൺട്രോൾ ഉണ്ട്. ഇനി നിങ്ങൾ +2 കഴിഞ്ഞു, കോളേജുകളിൽ പോയി, അവിടെയൊക്കെ സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടം പോലെ. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിച്ച് നിങ്ങളുടെ കാരണവന്മാരുടെ കാര്യം ഓർത്ത്, സ്വന്തക്കാരുടെ കാര്യം ഓർത്ത്, നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ കാര്യം ഓർത്ത് നിങ്ങളുടെ ജീവിതം നന്നായിട്ട് ജീവിക്കുക എന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് കൂടുതൽ പറയാനുള്ളൂ. ഇനി അടുത്തതായിട്ട് വേസ് ടു ഇംപ്രൂവ് വെൽനെസ് ഓഫ് സ്റ്റുഡൻസ്, ഇംപ്ലിമെന്റേഷൻ ഓഫ് ബിഹേവിയറൽ വാക്സിൻ. അപ്പൊ എന്താണ് ഇനി വെൽബീയിങ് ഓഫ് സ്റ്റുഡൻസ്, കുട്ടികളുടെ വെൽബീയിങ് മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ. എ ഡോസ് ഫോർ എ ഹെൽത്തി മൈൻഡ്, നല്ല ആരോഗ്യകരമായിട്ടുള്ള മനസ്സിന് വേണ്ട എന്തൊക്കെയാണ്? ഒരു ഡോസ് എന്തൊക്കെയാണ്? എമ്പതി. എമ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പതി അല്ല, എമ്പതി. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കി അവരുടെ കൂട്ടത്തിൽ നിൽക്കാനുള്ള കഴിവ്. പിന്നെ സോഷ്യൽ സ്കിൽസ്, സാമൂഹ്യപരമായിട്ടുള്ള സ്കില്ലുകൾ, ബന്ധങ്ങൾ സ്ഥാപിക്കാൻ, കാര്യങ്ങൾ നടത്താൻ. പിന്നെ റിസൈലൻസ്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും പതർച്ച കൂടാതെ നേരിടാൻ, തിരിച്ചടി ഉണ്ടായാലും തിരിച്ചു വരാനുള്ള കഴിവ്. ഇമോഷണൽ റെഗുലേഷൻ, വൈകാരികമായിട്ടുള്ള നിയന്ത്രണം. സെൽഫ് ഡിസിപ്ലിൻ, പരിപൂർണ അച്ചടക്കം. ഒപ്റ്റിമിസ്റ്റിക്, ശുഭാപ്തി വിശ്വാസം. പോസിറ്റീവ് തിങ്കിങ്, പോസിറ്റീവായിട്ട് എല്ലാ അവസ്ഥയിലും ചിന്തിക്കാൻ പറ്റുക. പരാജയത്തിന്റെ പടിപുടി നിൽക്കുമ്പോൾ പോലും വിജയം എനിക്കുണ്ടാകുമെന്നുള്ള ബോധ്യത്തോടു കൂടി നിൽക്കുക. സ്ട്രെസ് മാനേജ്മെന്റ്, സ്ട്രെസ്സുകളെ നന്നായിട്ട് മാനേജ് ചെയ്യുക. ഇമോഷണൽ ഇന്റലിജൻസ്, വൈകാരികമായ ബുദ്ധി, വൈകാരികമായിട്ടുള്ള ബുദ്ധി. നമ്മുടെ സാധാ IQ അല്ല, ഇമോഷണൽ ആയിട്ടുള്ള ഇന്റലിജൻസ്. ഇത്രയും കാര്യങ്ങളാണ് നല്ല ആരോഗ്യമുള്ള മനസ്സിന് വേണ്ട ഡോസുകൾ. ഇനി കോർ കോമ്പണൻസ് ഓഫ് ബിഹേവിയറൽ വാക്സിൻ, പോസിറ്റീവ് ലൈഫ് സ്റ്റൈൽ, പോസിറ്റീവ് ഹെൽത്തി ഹാബിറ്റ്സ്, ലൈഫ് സ്കിൽസ് ട്രെയിനിങ്, സ്ട്രെസ് മാനേജ്മെന്റ് സ്കിൽസ്, ഡിജിറ്റൽ വെൽനസ്. വാക്സിൻ ദ മൈൻഡ്, എംപവർ ദ ഫ്യൂച്ചർ. നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം സൂക്ഷിക്കുക. എന്താണെങ്കിലും നിങ്ങൾ ഓർത്തോളുക, നമ്മളെന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം ഉന്നതമാണെങ്കിൽ, നല്ലതാണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറും നല്ലതായിരിക്കും. അടുത്തതായിട്ട് അപ്പൊ നോക്കിയേ, സ്മോൾ ബിഹേവിയേഴ്സ് ടുഡേ can build a lifetime of emotional strength, digital wisdom and healthy choices. അതായത് ചെറിയ പ്രവർത്തനങ്ങൾ, നമ്മുടെ ചെറിയ പ്രവർത്തനങ്ങൾ, ഈ കാലത്തെ നമ്മുടെ ചെറിയ പ്രവർത്തനങ്ങൾ, ഇപ്പോഴത്തെ ചെറിയ പ്രവർത്തനങ്ങൾ ജീവിതകാലം മുഴുവനിലും നല്ല മാനസിക ആരോഗ്യമുള്ള വ്യക്തികളായി, അതുപോലെ തന്നെ എന്താണ് ഡിജിറ്റൽ വിസ്ഡം, അതായത് ഇന്റർനെറ്റിന്റെ ലോകത്ത് വിവേകത്തോടു കൂടി അത് ഉപയോഗിക്കാൻ നമ്മളെ പ്രാപ്തരാക്കും. അതുപോലെ തന്നെ ഹെൽത്തി ചോയ്സസ്, ആരോഗ്യകരമായിട്ടുള്ള ചോയ്സുകൾ സ്വീകരിക്കാൻ സാധിക്കും.
അടുത്തതായിട്ട് സീക്ക് ഹെൽപ്പ് ഫ്രം മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ഇഫ് നെസസറി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞതിന്റെ എല്ലാം ക്രക്സ് ഇതാണ്. എന്താണ്? നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ, മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായാൽ പ്രൊഫഷണൽസിന്റെ ഹെൽപ്പ് സ്വീകരിക്കുക. അതാണ് ഇവിടെ പറയുക. സീക്ക് ഹെൽപ്പ് ഫ്രം മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ഇഫ് നെസസറി. ഓക്കെ, നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇനി അതോടുകൂടി നമ്മുടെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. അപ്പം ഈ ഒരു ക്ലാസ്സിലൂടെ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം.